ആ ഓക്കെ ഓക്കെ ശരി ശരി ഞാൻ കൂടെ ആക്ഷൻ കുറച്ചും കൂടി ചോദിച്ചോട്ടോ കുറച്ചും കൂടി ഒരിക്കൽ രാജുമോൻ എന്നോട് ചോദിച്ചു അങ്കിളുടെ ഡാഡി ആരാണ്? ഞാൻ പറഞ്ഞു കിരീടവും ചങ്കോലവും ഇല്ലാത്ത രാജാവ്. അതെ, അധോലോക രാജാവ്. ആ മേഡം, ശരി മേഡം. ആ ചേച്ചി ഇത്ര പോലെ പൊയ്ക്കോളൂ. മാങ്ങേറ് കളിക്കും. മക്കളെ ബാപ്പുട്ടിക്ക പറഞ്ഞ പോലെ കൊറേ നേരമായി നിങ്ങൾ ഈ കോമഡി തരം നിങ്ങൾ കാണണേ. എന്താണ് ഈ കാണിച്ചു വിടുന്നത്? സിനിമ അഭിനയിക്കാനാണ് അനക്കുണ്ടായി മോഹം. മോഹമുണ്ട്. ആ വഴിയുണ്ട് മക്കളെ. ബാപ്പുട്ടിക്ക് പറഞ്ഞ വഴി ഇതാണ്. ബാപ്പുട്ടിക്ക് പറഞ്ഞ വഴി നമുക്ക് എന്താ പറയാ, നമുക്ക് ഈ ലഹരിയൊക്കെ ഇല്ലേ, ലഹരിക്കെതിരെ നമുക്ക് എന്താ പറയുക, നല്ലൊരു സിനിമയാണ്, നല്ല മെസ്സേജോടുള്ള സിനിമയാണ്. ആ സിനിമയിൽ നമുക്ക് നല്ല നടന്മാരാകാൻ പറ്റും. ചേട്ടന്മാർക്ക് നടന്മാരല്ല വേണ്ടേ, ഇത് രണ്ട് അഭിനയിച്ചത് നല്ല നടന്മാരായി. പക്ഷെ അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങള്. അപ്പൊ നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കണം അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല്, ഈ റഷീദ് അന്തിക്കാട് കൂപ്പൺ അടിച്ചിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് 150 കൂപ്പൺ വെച്ച് വിൽക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിനിമയിൽ അവസരം കിട്ടും തീർച്ചയായിട്ടും. 150 200 ഞാൻ എൻ്റെ വല്യച്ഛൻ, വല്യമ്മ, അച്ഛൻ, അച്ചാച്ചൻ, അച്ചാച്ചൻ്റെ അച്ഛൻ, അങ്ങനെ മുത്തശ്ശി, മുത്തശ്ശിയുടെ അമ്മ. അയ്യോ, 500 നിനക്ക് ആരുള്ളത്? മക്കളെ നിങ്ങ തല്ലൂടണ്ട. അതില് ഫോൺ നമ്പർ ഉണ്ട് ഓൻ്റെ. അതിലങ്ങോട്ട് വിളിച്ചിട്ട് പറയാം, നിങ്ങൾ 150 കൂപ്പൺ വിറ്റ നിങ്ങൾക്കൊരു വേഷം കിട്ടും. 9847753047 കോൾ ചെയ്യും. കൊളറുള്ളത് കൊണ്ടേ പേര് തന്നിട്ടുണ്ട് പോലെ. എന്താ പേര്? റഷീദ് അല്ലേ? ഓക്കെ. ഹലോ, റഷീദിക്കല്ലേ? ഞങ്ങളേ ഒരു പോസ്റ്റർ കണ്ടു. ഒരു സിനിമ മോഹമേ നടക്കുന്ന ഞങ്ങൾക്ക് ഒരു അവസരം, ലഹരിക്ക് ഒരു സിനിമ ചെയ്യാനായിട്ട് നോട്ടീസ് കിട്ടിയിരുന്നു. നോട്ടീസ് അപ്പൊ എങ്ങനെയാ അതിന്റെ കാര്യങ്ങള്? നോട്ടീസ് ഇവിടെ നമ്മുടെ ബാപ്പുട്ടിക്കായും പിള്ളേരും കൊണ്ടുവന്ന നൗഷാദ് ഉണ്ട്. അവര് ചെയ്യുന്ന പോലെ തന്നെ അവരിതിൽ നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ള പുതിയ ആളുകളാണ്. അപ്പൊ അവര് ഇതുപോലെ 150 കൂപ്പൺ വിറ്റുകൊണ്ടാണ് നമ്മുടെ സിനിമയിൽ പങ്കാളികളാവുന്നത്. അപ്പൊ എന്ന പോലെ നിങ്ങൾക്കും 150 കൂപ്പൺ വിൽക്കാം. അത് നോർമൽ വേഷം ചെയ്യുന്ന ആളുകൾക്ക് 150 കൂപ്പൺ. അല്ല, മെയിൻ വേഷം ചെയ്യണെങ്കിലോ? മെയിൻ വേഷം ചെയ്യുമ്പോൾ കുറച്ചധികം കൂപ്പൺ വിൽക്കേണ്ടി വരും. എന്നുവെച്ചാൽ നമുക്ക് സിനിമ ചെയ്യണമെങ്കിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രയത്നമാണ്. അപ്പൊ അതിന് നമുക്ക് പ്രൊഡ്യൂസർ ഇല്ല. അപ്പൊ കുറച്ച് കൂപ്പൺ മെയിൻ വേഷം ചെയ്യുന്നവർ കുറച്ച് കൂപ്പൺ അധികം വിറ്റ് തരേണ്ടി വരും. ചിലപ്പോൾ ഒരു 500-600 കൂപ്പണൊക്കെ ചെലവഴിച്ച് തരേണ്ടി വരും. അതിനൊക്കെ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൂപ്പൺ വിറ്റുകൊണ്ട് അതിൽ അഭിനയിക്കാം കേട്ടോ. തയ്യാറാണ്. തയ്യാറാണെങ്കിൽ ഒരു പണി ചെയ്തോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം ഒന്ന് പറഞ്ഞോളൂ. ഞാൻ അവിടെ കൂപ്പൺ നാളെ എങ്ങനെ എത്തിച്ചേരാം. സ്ഥലം കാഞ്ഞാണി. നിങ്ങളുടെയോ? എൻ്റെ വീട് എൻ്റെ അടുത്ത് തന്നെയാണ്. കാഞ്ഞാണി മാങ്ങാട്ടുകര. അന്തിക്കട അടുത്തല്ലേ? അടുത്താണല്ലോ. ശരി. ചില ആളുകൾക്ക് ഉഡായിപ്പ് റഷീദ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അത് ആ നാട്ടിലെയുള്ള എന്താ വെച്ചാൽ ഞാൻ തന്നെ വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടി നമ്മളെ കയ്യിലുള്ള കാശൊക്കെ ചെലവാക്കി ഇതാക്കി സ്ക്രീനിലൊക്കെ എത്തിച്ച ആളുകൾ ഇപ്പൊ അവര് വേറെ സ്ക്രീനിലേക്ക് പോയപ്പോ അവിടെ ചെന്നിട്ട് പലരോടും പറഞ്ഞു നടക്കുന്നത് നമ്മൾ ഉഡായിപ്പ് റഷീദ് എന്നാണ് ചെയ്യുന്നത്. നമുക്ക് അവർ കിട്ടിയാന്നുള്ളത് അതൊരു ഗുരുദക്ഷിണ പോലെ തന്നിട്ടുള്ളതാണ് ഉഡായിപ്പ് റഷീദ്.
അപ്പൊ ചിലവരോട് അങ്ങനെ ചോദിച്ചാൽ അറിയുള്ളൂ. ഡൈപ്പ് റഷീദിന്റെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ അറിയുള്ളൂ. ആ ശരി ശരി. എന്തായാലും വിളിക്കാം അല്ലേ? അന്തിക്കാട് റഷീദ്, മാന്യന്മാരോട് അന്തിക്കാട് റഷീദ് എന്ന് ചോദിക്കാം. ആ ശരി ശരി. മാന്യന്മാര് പറഞ്ഞത്. വിളിക്കാം. വിളിക്കാട്ടാ. അപ്പൊ നിങ്ങള് ഞാൻ എന്തായാലും നിങ്ങളുടെ സ്ഥലം ലൊക്കേഷൻ ഞാൻ അങ്ങോട്ട് ആ അയച്ചാരാ. ആ അതെ അതെ അതെ. ഓക്കെ ശരി എന്നാ കേട്ടോ. ഓക്കെ താങ്ക് യു. നമ്പർ ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് കൊടുത്തോളാം. ആ ശരി കൊടുക്കാം ബാബുട്ടിക്ക. ശരി. താങ്ക് യു കേശവ്. കുഴപ്പമൊന്നുമില്ല. താങ്ക് യു. ഓക്കെ വളരെ ഉപകാരം. വിളിക്കാം. സൂപ്പർ സൂപ്പറായിട്ടുണ്ട്. മക്കളെ ഇനി ആർക്കെങ്കിലും അഭിനയിക്കണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ അങ്ങോട്ട് വിളിച്ചാൽ മതി ട്ടാ.